തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ച് CPM സംസ്ഥാന കമ്മിറ്റി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്. വിപുലമായ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും. സുനിഷ അയലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയലൂർ, തെരഞ്ഞെടുപ്പ് തോൽവിയിലെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സമിതി അംഗീകരിച്ചിരിക്കുകയാണ്. അതെ അരുൺ, അങ്ങനെയാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടാണ് ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും അരുൺ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുള്ളതാണ് ഈ കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളതാണ്. അത് അംഗീകരിച്ചിരിക്കുന്നു CPM സംസ്ഥാന നേതൃത്വം. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം അത് ഉന്നത നേതൃത്വം ഏറ്റെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. സാധാരണ രീതിയിൽ നേരത്തെ തോൽവിയുടെ ഉത്തരവാദിത്തം പ്രാദേശിക നേതൃത്വങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ച് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്കുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ താഴെത്തട്ടിൽ നടന്ന ചില കാര്യങ്ങൾ കൂടി തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിലെല്ലാം മാറ്റം വരുത്തി ഉന്നത നേതൃത്വം തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ഇന്ന് ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, വിപുലമായ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. അതിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായി തോൽവിയുടെ കാരണം പഠിച്ച് ഇനി അതിൽ നിന്ന് പരിഹാരം കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിനെ അതെങ്ങനെ മാറ്റം കൊണ്ടുവരാമെന്നുള്ളതായിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ 13, 14, 15 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന ഈ വിശാലമായ കമ്മിറ്റി, വിപുലമായ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും മറ്റ് തുടർ നീക്കങ്ങളും നടപടികളും എല്ലാം തീരുമാനിക്കുക. അരുൺ, സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.